നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ വാർത്ത രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് കേട്ടത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് സിവിൽ സർവീസ് രാജിവെച്ച നിലപാടുകളുള്ള വ്യക്തി എന്ന പ്രതിച്ഛായയുള്ള കണ്ണൻ ഗോപിനാഥന്റെ ഈ ചുവടുമാറ്റം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. എന്നാൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കോൺഗ്രസിലെത്തുന്ന ഒരാൾക്ക് ആ പാർട്ടിയുടെ കേരള ഘടകത്തിലെ ഗ്രൂപ്പിസം നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എത്രത്തോളം നിലനിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ്. കൃത്യമായ നിലപാടുകളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസിനുള്ളിലെ വിഴിപ്പലക്കല്ലുകളിൽ പങ്കുചേരാതെ മുന്നോട്ട് പോകാനാകുമോ? ഡോക്ടർ പി സരിന് സംഭവിച്ചതുപോലെ ഗ്രൂപ്പ് കളികളുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് പാർട്ടി ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമോ? കണ്ണൻ ഗോപിനാഥന്റെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി മാറാനുള്ള സാധ്യതകളാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം നൽകിയത്. രാഹുൽ ഗാന്ധി, VD സതീശൻ, ശശികാന്ത് സെന്തിൽ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് 2019 കണ്ണൻ ഗോപിനാഥൻ സർവീസിൽ നിന്ന് രാജിവെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന നിലപാടിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. രാജ്യത്തെ താൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിന് കഴിയുമെന്ന് വ്യക്തമായെന്നും പൂർണ്ണ ഹൃദയത്തോടെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നതെന്നും അദ്ദേഹം അംഗത്വം സ്വീകരിച്ച ശേഷം പ്രതികരിച്ചിരുന്നു. എന്നാൽ കണ്ണൻ ഗോപിനാഥന്റെ ഈ രാഷ്ട്രീയ പ്രവേശനത്തെ ശക്തമായി ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട്. കൃത്യമായ നിലപാടുകളുള്ള ഒരാൾക്ക് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളിൽ അധികനാൾ തുടരാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ചിലർ പങ്കുവെക്കുന്നത്. നേരത്തെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാകാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ കോൺഗ്രസിൽ നിലനിൽപ്പില്ലെന്നും അവർ വാദിക്കുന്നു. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കണ്ണൻ ഗോപിനാഥന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകൾ സജീവമാണ്. കഴിവുള്ളവരെ തഴയുകയും ഗ്രൂപ്പ് വഴക്കുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന ഈ പാർട്ടിയിൽ കണ്ണൻ ഗോപിനാഥന് സ്വതന്ത്രമായി നിൽക്കാനോ സ്വന്തം ആശയങ്ങൾ പ്രാവർത്തികമാക്കാനോ കഴിയണമെന്നില്ല. ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഴിപ്പലക്കലുകളുടെ വേദിയാണ്. ഇവിടെ നിലനിൽക്കണമെങ്കിൽ കണ്ണൻ ഗോപിനാഥൻ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാകേണ്ടി വരും. ചിലപ്പോൾ ഷാഫി മാങ്കൂട്ടം അച്ചുതണ്ടിന്റെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ടി വന്നേക്കാം. അല്ലാത്ത പക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുറപ്പുള്ള ഏതെങ്കിലും സീറ്റ് നൽകി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ കുഴിച്ചുമൂടും. സംഘപരിവാർ നയങ്ങൾക്കെതിരെ നിലപാടെടുത്ത് സർവീസ് വിട്ടൊരാൾക്ക് ഈ ഗ്രൂപ്പ് സംവിധാനങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച അദ്ദേഹത്തെ കോൺഗ്രസ് സ്വീകരിച്ചത് കണ്ണൻ ഗോപിനാഥന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകാനല്ല, മറിച്ച് ഒരു ബ്രാൻഡ് മുഖം എന്ന നിലയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മാത്രമാണെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ചുരുക്കം. കൃത്യമായ തീരുമാനങ്ങളും ശക്തമായ നിലപാടുകളുമുള്ള ഒരു വ്യക്തിക്ക് കോൺഗ്രസിനുള്ളിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നാളെ ഒരിക്കൽ ഡോക്ടർ പി സരിനെ പോലെ കണ്ണൻ ഗോപിനാഥനും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്നേക്കാം. കണ്ണൻ ഗോപിനാഥൻ എന്ന വ്യക്തിയുടെ ആത്മാർത്ഥമായ നിലപാടുകളെ കോൺഗ്രസ് പൂർണ്ണമായും പാഴാക്കി കളയുകയാണ്. ഈ രാഷ്ട്രീയ കളരിയിൽ അദ്ദേഹത്തിന്റെ ശക്തമായ തീരുമാനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒട്ടും പ്രാധാന്യമില്ല. കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ വിമർശക പ്രതിച്ഛായയെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ഒരു പബ്ലിസിറ്റി എന്ന നിലയിൽ മാത്രമാണ്. ഗ്രൂപ്പിസം തലക്കി പിടിച്ച ഈ പാർട്ടിയിൽ അധികം വൈകാതെ കണ്ണൻ ഗോപിനാഥൻ ഒറ്റപ്പെട്ടേക്കാം. ഗ്രൂപ്പുകളിൽ പങ്കുചേരാതെ നിലപാടെടുത്താൽ അടുത്തുവരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തോൽവി ഉറപ്പുള്ള ബലി കൊടുക്കാനുള്ള ഒരു സീറ്റ് നൽകി അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒതുക്കും. അല്ലെങ്കിൽ ഡോക്ടർ പി സരിൻ ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ചതുപോലെ നിരാശനായും ഒറ്റപ്പെട്ടവനായും പാർട്ടി വിടാൻ അദ്ദേഹം നിർബന്ധിതനാകും. നിലപാടുകൾക്ക് മുകളിൽ ഗ്രൂപ്പിസം വാഴുന്ന ഈ രാഷ്ട്രീയ ദുരന്തത്തിൽ കണ്ണൻ ഗോപിനാഥന്റെ പ്രവേശനം എന്നത് ഒരു മണ്ടത്തരമായ തീരുമാനമായി മാറും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.